ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു പാനൽഡ് ഡോറിൻ്റെ ഡ്രോയിങ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ഭയങ്കര പെർഫെക്ഷനുള്ളൊരു ഡ്രോയിങ് ഒന്നും അല്ലെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രോയിങ് വീഡിയോ ആണിത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. പാനൽ ഡോറിൻ്റെ വിഡ്ത്ത് 1000 mm അതിൻ്റെ ഹൈറ്റ് 2000 mm ആണ് ഉള്ളത്. അപ്പോൾ അതാദ്യം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എക്സ്ട്രാ അതിൻ്റെ മേലെ ഭാഗം കുറച്ച് 150 പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ 1000-ന് പുറമെയാണ് ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഓരോ ഭാഗത്തിൻ്റെയും മെഷർമെൻറ്റ്സ് കൃത്യമായിട്ട് അതിൻ്റെ എലിവേഷനും സെക്ഷനും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ഇതിൻ്റെ അളവിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു പ്രാവശ്യത്തെ എക്സാമിന് വന്ന സമയത്ത് അളവുകളൊന്നും കൊടുക്കാതെ ജസ്റ്റ് പാനൽ ഡോറിൻ്റെ എലിവേഷൻ വരയ്ക്കാമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏകദേശം അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കുറച്ച് അതിൻ്റെ പാർട്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സപ്പോസ് ഇനി ഇതല്ലാതെ തന്നെ അളവുകൾ തരുവാണെങ്കിലും അവരതിൻ്റെ പാർട്സിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും അളവ് തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് ഏത് ഭാഗമാണെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനിവിടെ 1:10 സ്കെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2000-ന് 10-ൽ സ്കെയിൽ ചെയ്യുമ്പോൾ എനിക്ക് 200 mm കിട്ടി. ഞാൻ 1000-ന് 1:10 സ്കെയിൽ ചെയ്തപ്പോൾ 100 mm കിട്ടി. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഇനി ഡോറ് വരയ്ക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഫസ്റ്റ് ഞാനതിൻ്റെ വിഡ്ത്തും ഹൈറ്റും വരച്ചിട്ട് ആദ്യം ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതായത് ആ ഡോറിൻ്റെ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അതാണ് നിങ്ങളും ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു ഈസി മെത്തേഡിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനെ വരച്ചെടുക്കുക കേട്ടോ. ആദ്യം തന്നെ സെൻറ്റർ ഭാഗമൊന്നും പോയിട്ട് വരയ്ക്കാതെ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഹൈറ്റും എടുത്തിട്ട് ഞാനതിൻ്റെ ആ ഒരു ഔട്ടർ ലൈൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, 2000 ആണ് അതിൻ്റെ 2000 mm ആണ് അതിൻ്റെ ഹൈറ്റ്, ഒറിജിനൽ ഹൈറ്റ്. അതിനെ ഞാൻ 1:10 സ്കെയിൽ ചെയ്തപ്പോൾ 200 mm കിട്ടി. 200 mm എന്ന് പറയുന്നതാണ് ഈ 20 സെൻറ്റിമീറ്റർ. സെയിം ടൈം അതിൻ്റെ വിഡ്ത്ത് 1000 mm ആയിരുന്നു. അതിനെ 1:10 സ്കെയിൽ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 100 mm, അതായത് 10 സെൻറ്റിമീറ്റർ വീതിയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കി അതിൻ്റെ ഒരു ഔട്ടർ ലൈന് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡയമെൻഷൻസ് നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ റഫായിട്ടൊന്ന് മാർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. 1000ഉം 2000ഉം. ഇനി നിങ്ങൾ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഹെഡിൻ്റെ പോർഷൻ രണ്ട് ഭാഗത്തേക്കും ഒരു 150 mm പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ പ്രൊജക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് രണ്ട് സൈഡിലോട്ടൊന്ന് വരയ്ക്കാം. അത് നമ്മൾ ഡോറിൻ്റെ ഹോൺ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ. ഹെഡിൻ്റെ ആ ഫ്രെയിമിൻ്റെ ഹെഡ് പോർഷൻ രണ്ട് സൈഡിലേക്കും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചുമരിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ആ ഭാഗത്തിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. അത് വരച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ താഴോട്ട് ആ ഒരു ഹെഡിൻ്റെ ഫ്രെയിമിലുള്ള ഹെഡ് ഭാഗവും നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 70 mm ആണ് അതിൻ്റെ തിക്നെസ്. അപ്പോൾ ഞാൻ താഴോട്ടൊരു 70 എടുത്തിട്ട് അതിൻ്റെ തിക്നെസ് വരച്ചു കൊടുത്തു. നെക്സ്റ്റ് അതിൻ്റെ രണ്ട് സൈഡിലോട്ടുള്ള ഹോണും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് സൈഡിലോട്ടും പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ രണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഫ്രെയിമിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ. നമ്മളൊരു ഫ്രെയിം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണല്ലോ ഡോർ ഫിക്സ് ചെയ്യുന്നത് ഫ്രെയിം വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചുറ്റുള്ള ഫ്രെയിം കംപ്ലീറ്റ് ചെയ്യുക. ആ ഫ്രെയിമിൻ്റെ ഒരു ഭാഗമാണ് മേലെ വരച്ചിട്ടുള്ള ഹെഡ്, അത് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ വാതിലിൻ്റെയൊക്കെ കട്ടില എന്ന് പറയുന്ന ഭാഗമല്ലേ, അതാണ് നമ്മൾ ഈ ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡ് അത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും 70 mm ആണ് അതിൻ്റെ തിക്നെസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ നമുക്കത് 7 mm ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ രണ്ട് അളവുകളും സൈഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ ഒരു വാതിലിൻ്റെ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ മേലെ ഹെഡ് ഭാഗം കിട്ടി, രണ്ട് സൈഡിലും പോസ്റ്റും കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഡബിൾ ഷട്ടർ പാനൽ ഡോറാണ്. അപ്പോൾ രണ്ട് ഷട്ടർ ഉണ്ട് ഇതിന്. രണ്ട് വാതിൽ തുറക്കുന്ന സാധനമില്ല, അതിനുള്ള ഷട്ടർ എന്ന് പറയാം. അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് എക്സാക്ട് സെൻട്രലായിട്ട് അതിനത് എങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഷട്ടറും വരയ്ക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും. കറക്റ്റ് നമ്മൾ ടോട്ടൽ വിഡ്ത്ത് 1000 mm ആണല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതായത് നമ്മൾ 10 സെൻറ്റിമീറ്ററിലാണ് വരച്ചത്. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ 5 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ഒരു 2 പോർഷനും നമുക്കതിൽ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഞാൻ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് താഴോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ പോർഷൻസിൻ്റെയും അളവുകൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 2 ഭാഗത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഈ പാനൽസ് എല്ലാം വരച്ചു കൊടുക്കണം. ഇതൊരു വുഡൻ ഡോറാണ്, വുഡൻ പാനൽഡ് ഡബിൾ ഷട്ടർ ഡോറാണ്. അപ്പോൾ അതിൻ്റെ പാനൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഒരു ഈസി മെത്തേഡായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്, വരയ്ക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്, എല്ലാ അളവുകളും നമ്മൾ മേലെന്ന് താഴോട്ടേക്ക് എടുത്തിട്ട് ജസ്റ്റ് അതിങ്ങനെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ടോപ്പ് റെയിലിൻ്റെ അളവെന്ന് പറയുന്നത് 85 mm ആണ്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ ഒരു 0.85 mm അല്ലെങ്കിൽ 8.5 mm ഉണ്ടായിരിക്കും. അപ്പോൾ ആ അളവെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ലൈറ്റായിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഇങ്ങനെ ഹൊറിസോണ്ടലി ഒരു ലൈൻ വരച്ചിട്ടു. നെക്സ്റ്റ് ആ പാനലിൻ്റെ ഡെപ്ത്ത് 610 mm ആണ്. 6.1 നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവും. അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് വരച്ചിട്ടു. ഇനി മിഡ് റെയിലിൻ്റെ അളവ് എടുത്തിട്ട് 95 mm ആണ് മിഡ് റെയിലിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. അത് സ്കെയിൽ ചെയ്തിട്ട് ആ അളവിൽ ഞാൻ എന്ത് ചെയ്തു, അവിടെ വീണ്ടും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടു. നെക്സ്റ്റ് അടുത്ത പാനലിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 280 mm ആണ്. അപ്പോൾ ആ 280നെ ഞാൻ സ്കെയിൽ ചെയ്തപ്പം 28 mm ഉണ്ടായിരിക്കും. അതെടുത്തിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് ഇതേ ലൈൻ ഹൊറിസോണ്ടലി വരച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഓരോ പോർഷൻ്റെ അളവുകൾ നോക്കി നോക്കി ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് എന്ത് ചെയ്യാണ്, താഴോട്ടേക്ക് അതിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതേ നിങ്ങൾ കണ്ടോ, ഓരോ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ ഷട്ടറിൻ്റെ 2 സൈഡിലും പാനലിൻ്റെ 2 സൈഡിലുമായിട്ട് കുറച്ച് അളവുകളുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വരച്ചിട്ട് കൊടുക്കാം കേട്ടോ, ആ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഉള്ള അളവുകൾ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ സെൻറ്റർ ലൈൻ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും 90 mm, അതായത് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ 9 mm ഉണ്ടായിരിക്കും. 9 mm 2 സൈഡിലോട്ട് എടുത്തിട്ട് ഞാൻ വീണ്ടും അതിലൂടെ ഒരു ലൈന് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ലൈറ്റായിട്ട് വരയ്ക്കാനുള്ള കാരണം നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് മായ്ച്ച് കളയാനുള്ള ലൈൻസാണ്. ജസ്റ്റ് ഇപ്പം നിങ്ങൾ ലൈറ്റായിട്ട് വരച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിവൈഡറിൻ്റെ എൻഡ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും അതിന് ഇമ്പ്രഷനായിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 85 mm അളവെടുത്തിട്ട് 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെർട്ടിക്കൽ ലൈൻ താഴോട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് ലെഫ്റ്റ് സൈഡിലും വരയ്ക്കണം, നിങ്ങൾ റൈറ്റ് സൈഡിലും വരയ്ക്കണം. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇത്രയും വരച്ചിട്ടുള്ള ലൈൻസിൻ്റെ ഇടയ്ക്ക് എൻക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് നമ്മുടെ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാനൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തത് കേട്ടോ. നിങ്ങളും വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇടയിൽ ആ പാനൽസ് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒരുപാട് പേര് പാനൽ ഡോറിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും മേ ബി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് ആ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം വരച്ചിരുന്നു, ദെൻ വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു പാനലിൻ്റെ ഏരിയ എൻക്ലോസ്ഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ 3 പാനൽ, അതുപോലെ മറ്റേ സൈഡിൽ 3 പാനലായിട്ട് 6 പാനൽസ് ആണ് അതിൽ ടോട്ടൽ കൊടുത്തിട്ടുള്ളത്. ഇനി പാനലിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു
ഒരു ചെരിവുണ്ട്, ഒരു ബിവൽഡ് എഡ്ജാണത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ അളവൊന്നും ടെക്സ്റ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്കതൊരു 0.5 mm ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, സോറി ഒരു 5 mm ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാ പാനൽസിലും സെയിം റിപ്പീറ്റ് ചെയ്യുക. 5 mm ഗ്യാപ്പ് 4 സൈഡിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആ പാനലൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഞാൻ ആ കംപ്ലീറ്റ് 6 പാനൽസും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ അത് കോമ്പസിൻ്റെ ഒക്കെ ഇംപ്രഷനാണ് അല്ലെങ്കിൽ ഡിവൈഡറിൻ്റെ ആ നീഡിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ മായ്ക്കേണ്ട ആവശ്യവും വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് വരച്ചിട്ട് ലാസ്റ്റ് അത് മായ്ച്ച് കളയാം. അല്ലെങ്കിൽ കോമ്പസിൻ്റെയോ ഡിവൈഡറിൻ്റെയോ ആ നീഡിൽ ഉപയോഗിച്ചിട്ട് ആ ഇംപ്രഷൻ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊരു ഭയങ്കര പെർഫെക്ഷനുള്ള ഡ്രോയിങ് ഒന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് ഇത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ പാനലിൻ്റെ വിടുത്ത് ശരിക്കും 255 mm ആണ്. പക്ഷേ നമ്മളത് എടുത്ത് വരയ്ക്കാത്തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഇടയിൽ എന്ത് വന്നു, ആ 255 mm നമുക്ക് പാനലിൻ്റെ വിടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും പേര് ഓർത്ത് വയ്ക്കുക കേട്ടോ. ടോപ്പിലുള്ള ആ പോർഷനെയാണ് ടോപ്പ് റെയിൽ എന്ന് പറയുന്നത്. ദെൻ മിഡിലുള്ള പോർഷനെയാണ് മിഡ് റെയിൽ എന്ന് പറയുന്നത്. ഇനി ലോക്ക് കൊടുക്കുന്ന ആ പോർഷനെയാണ് നമ്മൾ ലോക്ക് റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള ഫിഗറിൽ ലോക്കൊക്കെ അവർ ഭംഗിയിൽ വരച്ചിട്ടുണ്ട്, അൾഡ്രോപ്പ് ലോക്കൊക്കെ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ റഫായിട്ട് അവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോക്ക് കൊടുക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ലോക്ക് റെയിൽ എന്ന് പറയുന്നത്. ഇനി താഴെയുള്ള ഭാഗത്തിന് നമ്മൾ കിക്ക് റെയിൽ എന്ന് പറയും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഉള്ള ഒരു വെർട്ടിക്കൽ പോർഷൻ നമ്മൾ ലെഫ്റ്റ് സ്റ്റൈലെന്നും റൈറ്റ് സൈഡിലുള്ള പോർഷനെ റൈറ്റ് സ്റ്റൈലും എന്നൊക്കെ പറയും കേട്ടോ. ലോക്കുള്ള ഭാഗത്തുള്ള വെർട്ടിക്കൽ ഭാഗത്തിന് നമ്മൾ ലോക്ക് സ്റ്റൈൽ എന്നും പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇനി സെക്ഷനൊന്നും ആലോചിച്ച് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവണ്ട. കാരണം സെക്ഷൻ അധികം വരാൻ സാധ്യത വളരെ കുറവാണ്. പാനൽ ഡോറിൻ്റെ എലിവേഷൻ വരയ്ക്കാനാണ് കൂടുതൽ അധികം. ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ കേട്ടോ. ഇനി സെക്ഷൻ അഥവാ വരുവാണെങ്കിലും നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പോർഷൻസ് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വെർട്ടിക്കലി കട്ട് ചെയ്തിട്ട് വരയ്ക്കുന്നതാണല്ലോ വെർട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൊറിസോണ്ടൽ സെക്ഷനാണ് വരയ്ക്കാൻ വന്നതെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, താഴോട്ടേക്കും ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പാനൽ ഡോറിൻ്റെ മെഷർമെൻറ്റ്സ് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അതൊന്ന് കുറച്ച് അളവുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കൂടെ അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെ പേരുകളും പഠിച്ചു വയ്ക്കുക കേട്ടോ.